ഗുരുജിയുടെ ഇന്തോനേഷ്യൻ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്. ക്യാമറ ഉണ്ടെന്ന് ഒരു വേള എപ്പോഴോ വിസു ഗുരുജി മറന്നുപോയോ എന്നൊരു സംശയം. ആ ദൃശ്യം കണ്ടിട്ട് ഇന്തോനേഷ്യയുടെ വനിതാ മന്ത്രി തൊട്ടടുത്തിരിക്കുമ്പോൾ അവരോട് എന്തൊക്കെയോ നമ്മുടെ ഗുരുജി പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ സൈഡിലേക്ക് ഒട്ടും താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. 2018 ദൃശ്യമാണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യം ഇപ്പോൾ ഇന്തോനേഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വലിയ ട്രോളായി മാറിയിട്ടുണ്ട്. ആ ട്രോളിന് കാരണം എന്താണെന്ന് നിങ്ങൾ ആ ദൃശ്യം കണ്ട് തന്നെ വിലയിരുത്തും. എന്താണ് ജി? എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. ഒന്നത് ഇന്തോനേഷ്യൻ ഭാഷ ജിക്ക് അറിയില്ല. ജിക്ക് ഇംഗ്ലീഷ് തന്നെ അറിയില്ല. ഇന്തോനേഷ്യയിലെ മാതൃഭാഷയാണെങ്കിൽ ബഹാസ എന്ന് പറയുന്നതാണ്. അങ്ങനെയുള്ള ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേ വേണ്ട. പിന്നെ ഹിന്ദി, ആ ഹിന്ദിയിൽ എന്തെങ്കിലും തപ്പിത്തടഞ്ഞു പറഞ്ഞാൽ ഇന്തോനേഷ്യക്കാർക്ക് ഹിന്ദിയും അറിയില്ല. പിന്നെ ഇംഗ്ലീഷിൽ എന്തൊക്കെയെങ്കിലും പറഞ്ഞൊപ്പിച്ചോ എന്നതൊക്കെ അവരുടെ ആ ഇരിപ്പും പ്രകടനവും കാണുമ്പോൾ നാട്ടുകാർക്ക് എടുത്തിട്ട് ട്രോളാനുള്ള അവസരം ഉണ്ടാവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇന്തോനേഷ്യയിലെ വനിതാ മന്ത്രി അടുത്തു വന്നിരുന്നപ്പോൾ ജി പെട്ടെന്നൊന്ന് ഗൗരവത്തിൽ നിന്ന് ഗിയർ മാറ്റി അടുത്ത ഗിയറിലേക്ക് കയറിയോ എന്നൊരു സംശയം ഉണ്ടാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ എടുത്ത് നാട്ടുകാർ അറഞ്ചം പുറഞ്ചം ട്രോളുന്നുണ്ട്. തൊഴുത് കൈകൂപ്പി വിദേശ നേതാക്കളെ കണ്ടാൽ ഷേക്ക് ഹാൻഡിനപ്പുറം കെട്ടിപ്പിടിയാണ് നമ്മുടെ ജിയുടെ മാസ്റ്റർ പീസ്. അത് വിസു ഗുരുജിക്ക് മാത്രമല്ല, സുരേഷ് ഗോപിജിക്കും അത്തരം ചില ആശ്ലേഷങ്ങളോടാണ് താല്പര്യം. പക്ഷെ ഇന്തോനേഷ്യയുടെ രീതി അനുസരിച്ച് അവർ കൈ കൊടുക്കാൻ അടച്ചതിന് ശേഷവും കൈ കൊടുത്തിട്ട് പോയിരുന്നു. പിന്നീട് ചോദിച്ചതിനൊന്നും വേണ്ടത്ര മറുപടി പറഞ്ഞില്ല. ആദ്യത്തെ 1-2 കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ ഇന്തോനേഷ്യയിലെ വനിതാ മന്ത്രിക്ക് മനസ്സിലായോ എന്ന സംശയം ഉണ്ടാവുകയാണ്. എന്തായാലും നമ്മുടെ വിസു ഗുരുജിയുടെ 2026 ജൂലൈ മാസത്തിൽ നടന്ന ഇന്തോനേഷ്യൻ സന്ദർശനത്തെ തുടർന്ന് ഈ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർക്ക് കിട്ടിയ വലിയൊരു ഐറ്റമാണ്. അവർ ആഘോഷിക്കുകയാണ്, സുഹൃത്തുക്കളെ, ആഘോഷിക്കുകയാണ്.